ഓം ശാന്തി. 13/1/2014. ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങളുടെ വിളി കേട്ട് ബാബ വന്നിരിക്കുകയാണ്. ബാബ വന്നത് നിങ്ങളെ ദുഃഖത്തിൽ നിന്ന് സുഖത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സമയം നിങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ വാനപ്രസ്ഥസ്ഥിതിയാണ്. അതായത് വാണിക്ക്, ശബ്ദത്തിനുപരി പോകേണ്ട സമയമാണ്. തിരിച്ച് എല്ലാവർക്കും അവരവരുടെ ആത്മലോകമാകുന്ന വീട്ടിലേക്ക് പോകണം. ചോദ്യം: സദാ യോഗയുക്തമായിരിക്കുന്നതിനും ശ്രീമതത്തിലൂടെ നടക്കുന്നതിനുമുള്ള ആജ്ഞ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും ലഭിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ അന്തിമ വിനാശത്തിന്റെ ദൃശ്യങ്ങൾ തൊട്ടുമുന്നിൽ കാണുന്നുണ്ട്. കോടിക്കണക്കിന് മനുഷ്യർ ഒന്നായി മരിക്കും. പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും. ഈ സമയത്ത് സ്ഥിതി ഏകരസമായിരിക്കണമെങ്കിൽ എല്ലാ ദൃശ്യങ്ങളും കണ്ടുകൊണ്ടും കുട്ടികൾക്ക് യോഗയുക്ത അവസ്ഥയിൽ ഇരിക്കേണ്ടിവരും. പറയാറുണ്ടല്ലോ, വേട്ടക്കാരന് സന്തോഷവും മൃഗത്തിന് പ്രാണവേദനയും. ഈ സ്ഥിതിയിൽ നിങ്ങൾക്ക് വരണം. അതായത് സൃഷ്ടിയുടെ വിനാശ രംഗങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും ദുഃഖമുണ്ടാവും വിനാശത്തിന്റെ ദൃശ്യങ്ങളിൽ. പക്ഷേ നിങ്ങൾ കുട്ടികൾക്ക് വരാൻ പോകുന്ന സത്യുഗി ലോകത്തിന്റെ സ്മൃതി ഉണരുന്നത് കാരണം യോഗയുക്ത സ്ഥിതിയിൽ എല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ബാബ കുട്ടികളോട് പറയുന്നത്, ശ്രീമതത്തിലൂടെ നടക്കൂ. യോഗി അവസ്ഥയിലുള്ള കുട്ടികൾക്ക് മാത്രമേ വിനാശ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയൂ. യോഗയുക്തമായ സ്ഥിതിയുള്ള കുട്ടികളുടെ ബുദ്ധിയിലുണ്ടാകും, ഞാനും ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് എന്റെ മധുരമായ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. ഓം ശാന്തി. ആത്മീയ അച്ഛനിരുന്ന് ആത്മീയ കുട്ടികളോട് ആത്മീയ സംഭാഷണം നടത്തുകയാണ്, അഥവാ ആത്മാക്കൾക്ക് മനസ്സിലാക്കി തരികയാണ്. എന്തുകൊണ്ടെന്നാൽ ആത്മാക്കൾ ഭക്തിമാർഗത്തിൽ വളരെയധികം പരമാത്മാവായ അച്ഛനെ ഓർമ്മിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരേയൊരു ബാബയാകുന്ന പ്രിയതമന്റെ പ്രിയതമകളാണ്. പ്രിയതമനായ ബാബയുടെ ചിത്രവും ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ഭക്തിയിലും ശിവലിംഗ രൂപത്തിൽ നിങ്ങൾ പൂജിച്ചിരുന്നു. എന്താഗ്രഹിച്ചാണ് ബാബയെ പൂജിച്ചതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയുന്നില്ല. എന്നാൽ എല്ലാവരും പൂജിക്കുന്നു. ശങ്കരാചാര്യരും ശിവലിംഗത്തെ പൂജിച്ചിരുന്നു. എല്ലാവരും ശിവബാബയെ, ശിവലിംഗത്തെ ശ്രേഷ്ഠമെന്ന് കരുതുന്നുണ്ട്. ധർമ്മസ്ഥാപകരുമുണ്ട്. പക്ഷേ ധർമ്മസ്ഥാപകരായ ആത്മാക്കളെല്ലാം പുനർജന്മങ്ങളെടുത്ത് താഴേക്ക് വരുന്നു. ഇപ്പോൾ എല്ലാ ആത്മാക്കളും അവരവരുടെ അവസാന ജന്മത്തിലാണ്. ബാബ പറയുകയാണ്, കുട്ടികളെ, നിങ്ങൾ ശരീരം കൊണ്ട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാവരും ഇപ്പോൾ വാനപ്രസ്ഥികളാണ്. അതായത് ഞാനിപ്പോൾ നിങ്ങൾ എല്ലാവരെയും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്നെ നിങ്ങൾ വിളിച്ചത് പതിത ലോകത്തിലേക്ക് വരൂ, ഞങ്ങളെ പാവനമാക്കി മാറ്റൂ എന്ന് പറഞ്ഞാണ്. എത്ര ബഹുമാനം നൽകി. പതിത ലോകത്തിലേക്ക്, പരദേശത്തിലേക്ക് വരൂ പറഞ്ഞു വിളിച്ചില്ലേ? തീർച്ചയായും നിങ്ങൾ ദുഃഖിതരായി വിളിച്ചതുകൊണ്ട് നിങ്ങളുടെ വിളിക്ക് ബാബ ബഹുമാനം നൽകി നിങ്ങളുടെ അടുത്തേക്ക് വന്നു. ഞങ്ങളുടെ ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകൂ എന്ന് നിങ്ങൾ പാടിയല്ലോ. അപ്പോൾ തീർച്ചയായും ബാബയ്ക്ക് ഈ പഴയ ലോകത്തിൽ, ഈ പഴയ ശരീരത്തിൽ വരേണ്ടി വന്നു. അതും തമോ പ്രധാനമായ ശരീരത്തിലാണ് ബാബ വരുന്നത്. സദോ പ്രധാന ലോകത്തിൽ നിങ്ങൾ ആരും എന്നെ ഓർമ്മിക്കുക പോലുമില്ല. ഡ്രാമ അനുസരിച്ച് ഞാൻ നിങ്ങളെ എല്ലാവരെയും സുഖികളാക്കി മാറ്റും. വിവേകപൂർവം ചിന്തിക്കണം. സത്യുഗത്തിൽ തീർച്ചയായും ആദി സനാതന ദേവീ ദേവതാ ധർമ്മമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് സത്സംഗങ്ങളിൽ കേവലം ശാസ്ത്രങ്ങൾ മാത്രം പഠിച്ച് നിങ്ങൾ താഴേക്ക് വന്നു. പാതാളത്തിലേക്ക് പോയ അവസ്ഥയിൽ നിങ്ങൾ ദുഃഖിതരായി. ഇപ്പോൾ തീർത്തും ഈ ലോകം ദുഃഖം നിറഞ്ഞ വീടാണ്. ബാബ എത്ര സഹജമായാണ് ജ്ഞാനം പറഞ്ഞു തരുന്നത്. എന്നാൽ പാവം അമ്മമാർക്കൊന്നും മനസ്സിലാകുന്നില്ല. ചിലർക്ക് ഇതുപോലും അറിയുന്നില്ല. ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം, അതോ ഇവിടെ തന്നെ പുനർജന്മങ്ങൾ എടുത്തുകൊണ്ടിരിക്കണോ? ഇതൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഇപ്പോൾ എല്ലാ ധർമ്മത്തിലുള്ളവരും ഇവിടെയുണ്ട്. കാലചക്രത്തിന്റെ ജ്ഞാനം മുഴുവൻ നിങ്ങളുടെ ബുദ്ധിയിലുമുണ്ട്. മറ്റാരുടെയും ബുദ്ധിയിൽ ഈ കാര്യങ്ങളൊന്നുമില്ല. കാരണം എല്ലാവരും
കൽപ്പത്തിന്റെ ആയുസ് തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങളാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതിനെ കൂരിരുട്ട് എന്ന് മാത്രമേ ബാബ പറയുള്ളൂ. ജ്ഞാനമാണ് തീവ്രമായ പ്രകാശം. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലേക്ക് ബാബ ജ്ഞാനത്തിന്റെ വെളിച്ചം നൽകി. നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ പറയുമല്ലോ, ഞാൻ ബാബയുടെ ക്ഷേത്രത്തിൽ പോവാണ്, ശിവബാബയുടെ അടുത്തേക്ക് പോവാണ്. ദേവി ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾക്കറിയാം, ഞാൻ ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിൽ പോവുകയാണ്. ഇവരെ പോലെയായി മാറുകയാണ് ഞാനും. പക്ഷെ മറ്റ് സത്സംഗങ്ങളിൽ പോകുന്നവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുകയില്ല. കാരണം എല്ലായിടവും ഭക്തിമാർഗത്തിലെ കാര്യങ്ങളുണ്ട്. എന്നാൽ രചയിതാവിനെയും രചനയുടെ ആദ്യ മധ്യ അന്ത്യത്തെയും നിങ്ങൾക്ക് മനസ്സിലായി. ഋഷിമുനിമാർ പോലും പറഞ്ഞത് ഞങ്ങൾക്ക് രചനയും രചയിതാവിനെയും അറിയില്ല എന്നാണ്. അവർക്കറിയില്ലെങ്കിൽ പിന്നെ ആർക്കറിയാനാ? നിങ്ങൾക്കും ആദ്യം അറിയുമായിരുന്നില്ലല്ലോ. ഈ സമയത്ത് എല്ലാവരും ഭക്തിയിലാണ്. ഇത് പഴയ ലോകമാണ്. എത്ര മനുഷ്യരാണിവിടെ. സത്യുഗമാകുന്ന പുതിയ ലോകത്തിൽ ഒരേയൊരു അദ്വൈത ധർമ്മം മാത്രമേ ഉണ്ടാകൂ. പിന്നീടാണ് ദ്വൈത ധർമ്മം വന്നത്. അനേക ധർമ്മങ്ങൾ ഉള്ളപ്പോൾ ഇവിടെ ശബ്ദവും ഉയർന്നു. പരസ്പരം ധർമ്മത്തിലുള്ളവർ തന്നെ എത്രയാ വഴക്കടിക്കുന്നത് ഡ്രാമ അനുസരിച്ച്. ഈ സമയത്തെ പോളിസി ഇതുതന്നെയാണ്. എന്തിനെങ്കിലും വേർപിരിച്ചാൽ ഓരോന്നിന്റെ പേരിലും ഇവിടെ യുദ്ധമാണ്. എത്ര തരംതിരിവുകളാണ് ഇവിടെ. മനുഷ്യർക്ക് അച്ഛനെ അറിയാത്തത് കാരണം ബുദ്ധി കല്ല് സമാനമായിരിക്കുന്നു. ഈ സമയം ബാബ മനസ്സിലാക്കി തരുകയാണ്, ദേവീ ദേവതാധർമ്മം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ദേവീ ദേവതകളുടെ രാജ്യം ഒരു കാലത്ത് ഉണ്ടായിരുന്നു. ഇതാർക്കും അറിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ വീണ്ടും ദേവതയാക്കുകയാണ്. ശിവബാബ നമ്മുടെ അനുസരണയുള്ള സേവകനായി വന്നിരിക്കുകയാണ്. വലിയ വലിയ ആൾക്കാർ കത്തെഴുതുമ്പോൾ താഴെ എഴുതാറുണ്ടല്ലോ, അനുസരണയുള്ള സേവകൻ. ബാബയും പറയുകയാണ്, ഞാൻ നിങ്ങൾ മക്കളുടെ അനുസരണയുള്ള സേവകനാണ്. ബ്രഹ്മബാബയും പറയുന്നു, ഞാനും നിങ്ങളുടെ അനുസരണയുള്ള സേവകനാണ്. ഞാൻ വീണ്ടും 5000 വർഷങ്ങൾക്ക് ശേഷം ഓരോ കൽപ്പത്തിലും പുരുഷോത്തമ സംഗമയുഗ സമയത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. വന്ന് നിങ്ങൾ കുട്ടികളുടെ സേവനം ചെയ്യുന്നു. നിങ്ങൾ എന്നെ വിളിച്ചുവല്ലോ ദൂരദേശ നിവാസി. പക്ഷെ ഇതിന്റെ അർത്ഥം ആർക്കും അറിയില്ല. എത്ര ശാസ്ത്രങ്ങളെന്ന് എല്ലാവരും പഠിക്കുന്നു, പക്ഷെ അർത്ഥം മനസ്സിലാക്കുന്നില്ലല്ലോ. ബാബ വന്ന് നിങ്ങൾക്ക് മുഴുവൻ വേദശാസ്ത്രങ്ങളുടെയും സാരാംശം മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഈ സമയം രാവണ രാജ്യമാണ്. മനുഷ്യൻ പതിതമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതും നാടകത്തിലുള്ളതാണ്. നിങ്ങൾ കുട്ടികളെ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ബാബയുടെ കർത്തവ്യം. അള്ളാഹുവിന്റെ പൂന്തോട്ടം എന്ന് പറയുന്നത് സ്വർഗത്തെയാണ്. കലിയുഗം മുള്ളുകളുടെ കാടാണ്. സംഗമയുഗം ആകുന്ന പൂന്തോട്ടത്തിലാണ് ഇപ്പോൾ നിങ്ങൾ. ഇവിടെ ബാബ നിങ്ങളെ മുള്ളിൽ നിന്ന് പൂവാക്കി മാറ്റുന്നു. സ്വർഗത്തിൽ സുഖം മാത്രമായിരിക്കും. സദാ ആരോഗ്യവും സദാ സമ്പത്തും അവിടെ ഉണ്ടാകും. അരക്കൽപ്പം സുഖം, പിന്നീട് അരക്കൽപ്പം നിങ്ങൾ ദുഃഖത്തിലേക്ക് വന്നു. ഈ സുഖദുഃഖത്തിന്റെ കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിനവസാനമില്ല. ഏറ്റവും ഉയർന്നതിലുയർന്ന അച്ഛൻ വന്ന് എല്ലാ ആത്മാക്കളെയും ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകുന്നു. നിങ്ങളെപ്പോഴാണോ സുഖധാമത്തിലേക്ക് പോകുന്നത്, അപ്പോൾ സൃഷ്ടിയിലെ എല്ലാ ആത്മാക്കളും ശാന്തിധാമമാകുന്ന ആത്മലോകത്തിലിരിക്കും. അരക്കൽപ്പം സൃഷ്ടിയിലെ സുഖം മാത്രമാണ്. അടുത്ത അരക്കൽപ്പം ദുഃഖത്തിന്റേതും. അതിൽ തന്നെ സുഖമാണ് കൂടുതൽ. പകുതി പകുതിയായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഭക്തിമാർഗത്തിലും വളരെ വലിയ ധനികരുണ്ടായിരുന്നു. നമ്മൾ എത്ര ധനവാന്മാരായിരുന്നു എന്നിപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ? വലിയ ധനവാന്മാർ പാപ്പരാകുമ്പോൾ എന്റെ കയ്യിൽ എത്ര ധനമുണ്ടായിരുന്നു, എന്തെല്ലാം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ഇരുന്ന് ചിന്തിക്കും. ബാബയും മനസ്സിലാക്കി തരികയാണ്, നിങ്ങളുടെ ഭാരതം സമ്പന്നമായിരുന്നു, സ്വർഗമായിരുന്നു. നോക്കൂ ഇപ്പോൾ എത്ര നിർധന ദേശമായി മാറി. നിർധനരോട് ദയ തോന്നുന്നു. ഇപ്പോൾ തീർത്തും കക്കയ്ക്ക് സമാനമായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ മറ്റുള്ളവരോട് ഭിക്ഷ യാചിക്കുന്നത്. ആരാണോ ധനവാന്മാരായിരുന്നത് അവർ തന്നെ ഇപ്പോൾ പാപ്പരായി. ഇത് നാടകമാണ്. ഏതെല്ലാം ധർമ്മങ്ങളുണ്ടോ അവയുമായി ബന്ധപ്പെട്ടത് എല്ലാം പല ഉപകഥകളും ഉണ്ട്. എത്ര ധർമ്മങ്ങളിലൂടെ മനുഷ്യർ ഇവിടെ അഭിവൃദ്ധിയിലേക്ക് പോയി. ജനസംഖ്യ വർദ്ധിച്ചു. ഭാരതവാസികൾക്ക് മാത്രമാണ് 84 ജന്മമുള്ളത്.
ബാബയുടെ ഒരു കുട്ടി എല്ലാ ധർമ്മങ്ങളിലെയും ഓരോ ആത്മാക്കളുടെയും ഓരോ ധർമ്മത്തിൽപ്പെട്ടവർക്ക് എത്ര ജന്മങ്ങൾ ഈ സൃഷ്ടിയിൽ ഉണ്ടാകും, ഈ കണക്കുകളെല്ലാം കണക്ക് കൂട്ടി ബാബയ്ക്ക് അയച്ചു തന്നു. പക്ഷെ ബാബ പറയണ, മക്കളെ, ഈ കണക്കുകളുടെ ഒന്നും പിന്നാലെ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഇതും സമയം വ്യർത്ഥമാക്കലാണ്. ഇത്രയും സമയം അച്ഛന്റെ ഓർമ്മയിലിരുന്നാൽ വളരെയധികം സമ്പാദ്യം കിട്ടും. അതുകൊണ്ട് വെറുതെ കണക്കുകൂട്ടുകളുടെ പിന്നാലെ പോയി സമയം കളയണ്ട. മുഖ്യമായ കാര്യം, നമുക്ക് പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം, വിശ്വത്തിന്റെ അധികാരിയായി മാറണം. അച്ഛൻ പറയുകയാണ്, നിങ്ങൾ സദോപ്രധാനമായിരുന്നു, ഇപ്പോൾ നിങ്ങൾ തന്നെയാണ് തമോ പ്രധാനമായതും. 84 ജന്മങ്ങളും നിങ്ങളാണ് എടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പോകണം, അച്ഛനിൽ നിന്ന് സമ്പത്തെടുക്കണം. അരക്കൽപ്പ അച്ഛനായി എന്നെ ഓർമ്മിച്ചു. ഇപ്പൊ ബാബ വന്നിരിക്കുകയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ. അച്ഛൻ വീണ്ടും നിങ്ങളെ സുഖധാമത്തിലേക്ക് കൊണ്ടുപോകും. ഭാരതത്തിന്റെ ഉദ്ധാരവും ഉയർച്ചയും ഭാരതത്തിന്റെ പതനവും, ഇങ്ങനൊരു കഥയുണ്ട്. ഇപ്പോൾ ഇത് പതിത ലോകമായി. ഇവിടെ ബന്ധങ്ങളും പഴയതായി. ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും പുതിയ ബന്ധുത്വത്തിലേക്ക് പോകണം. എല്ലാ അഭിനേതാക്കളും ഇപ്പം നാടകശാലയിൽ ഹാജരാണ്. നാടകത്തില് ഒരു ചെറിയ വ്യത്യാസം പോലും ഉണ്ടാകില്ല. ആത്മാവ് അവിനാശിയാണ്. എത്രയധികം ആത്മാക്കളാണ്! ആത്മാക്കൾക്ക് ഒരിക്കലും നാശം ഉണ്ടാകില്ല. ഇത്രയും കോടിക്കണക്കിന് ആത്മാക്കളുണ്ട്. അവർക്കെല്ലാം തിരിച്ചു വീട്ടിലേക്ക് പോകണം. എല്ലാവരുടെയും ശരീരം ഇവിടെ തന്നെ ഇല്ലാതാകും. അതിനാലാണ് ഈ ശരീരം കത്തുന്ന ഹോളി, ഒരു വലിയ ഹോളി ഇവിടെ നടക്കും. നിങ്ങൾക്കറിയാം, നമ്മൾ പൂജ്യരായിരുന്നു, പിന്നീട് പൂജാരിയായി, ഇപ്പോൾ വീണ്ടും പൂജ്യരാവുകയാണ്. ഇവിടെ സത്യുഗ സമയത്ത് ഈ ജ്ഞാനവും അവിടെ ഉണ്ടാകില്ല, ശാസ്ത്രങ്ങളും ഉണ്ടാകില്ല. ഇവിടുത്തെ കലിയുഗത്തോടുകൂടി ഇതെല്ലാം അവസാനിക്കും. പക്ഷേ ഏത് കുട്ടികളാണോ സംഗമയുഗത്തിൽ ബാബയെ അറിഞ്ഞ് യോഗയുക്തമായി ജീവിക്കുന്നത്, ശ്രീമത അനുസരിച്ച് നടക്കുന്നത്, അവർക്കെല്ലാം കാണാൻ കഴിയും നല്ല സ്ഥിതിയിലിരുന്നുകൊണ്ട് തന്നെ. ഭൂകമ്പത്തിൽ എന്തെല്ലാം നശിക്കുന്നു, എങ്ങനെ ഗ്രാമങ്ങൾ ഇല്ലാതാകുന്നു, ഇതെല്ലാം പത്രങ്ങളിൽ വരും. മുമ്പ് ഇത്രയധികം ബോംബുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സമുദ്രത്തെ വറ്റിച്ച സമുദ്രത്തെ വറ്റിച്ച അതേ ഭാഗങ്ങൾ വീണ്ടും സമുദ്രത്തിന്റെ ഭാഗമായി മാറും. ഇന്ന് കാണുന്ന ഈ കെട്ടിടങ്ങളൊന്നും ഇനി ഉണ്ടാകില്ല. പണ്ടിതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സത്യുഗത്തിൽ മധുരമായ ജലാശയങ്ങൾക്ക് മുകളിൽ, അതായത് നദീതീരങ്ങളിൽ, ക്ഷീരസാഗര എന്നാണല്ലോ പറയണേ, അവിടെ പാലരുവികളുടെ സൈഡുകളിലായിട്ട് തീരങ്ങളിലായി കൊട്ടാരങ്ങൾ ഉണ്ടാകും. ഇന്നത്തെ പോലെ ഉപ്പുവെള്ളമായിരിക്കില്ല. സമുദ്രത്തിൽ ഒരു ഇളക്കം വന്നാൽ മതിയല്ലോ ഇന്ന് കാണുന്നതെല്ലാം നശിക്കാൻ. സമുദ്രജലം വളരെയധികം ഉപദ്രവങ്ങൾ ഉണ്ടാക്കും. കോടിക്കണക്കിന് മനുഷ്യരതിൽ മരിക്കും. ധാന്യങ്ങളൊക്കെ അപ്പോൾ കഴിക്കാൻ എവിടെ നിന്ന് വരാനാ? എല്ലാവർക്കും ഇതറിയുന്നുമുണ്ട്. ആപത്തുകൾ വല്ലതും വരാനിരിക്കുന്നു. മനുഷ്യർ മരിക്കുന്ന സമയത്ത് ആരാണോ യോഗയുക്തമായിരിക്കുന്നത് അവർക്ക് ആനന്ദത്തിൽ പോകാൻ കഴിയും. പറയാറുണ്ടല്ലോ, മൃഗത്തിന് പ്രാണവേദന, വേട്ടക്കാരന് സന്തോഷം. ഇതേപോലെ കലിയുഗത്തിന്റെ നാശകാലഘട്ടം, വിനാശത്തിന്റെ ദൃശ്യങ്ങൾ കടന്നുവരുമ്പോൾ നിങ്ങൾ കുട്ടികൾ ആരെല്ലാമാണോ യോഗയുക്ത സ്ഥിതിയിലിരുന്നത് അവർക്ക് നല്ല സന്തോഷത്തിന്റെ സ്ഥിതി ഉണ്ടാകും. മഞ്ഞുമഴ കാരണത്താൽ തന്നെ ധാരാളം പേർ മരിക്കും. പ്രകൃതിക്ഷോഭങ്ങൾ പലതും ഉണ്ടാകും. അതിലിതെല്ലാം നശിക്കും. പ്രകൃതിക്ഷോഭം എന്നാണ് പറയുന്നത്. അല്ലാതെ അതിനെ ഒരിക്കലും ഭഗവാന്റെ കോപം, ക്ഷോഭം എന്ന് പറയാൻ പാടില്ല. ഭഗവാനെ എങ്ങനെ ദോഷിയാക്കാൻ നിങ്ങൾക്ക് കഴിയും? ചിലർ പറയും, ശങ്കരൻ കണ്ണു തുറന്നപ്പോൾ ഭൂമി നശിച്ചു. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ കാര്യങ്ങളാണ്. ശാസ്ത്രങ്ങളിൽ മിസൈലുകളെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഈ മിസൈലുകളിലൂടെ എങ്ങനെ കലിയുഗത്തിന്റെ നാശം ഉണ്ടാകുന്നു, എങ്ങനെയാണ് അഗ്നി, വായു, വിഷം ഇതെല്ലാം ഇതിൽ കലരുന്നത്. ബാബ മനസ്സിലാക്കി തരാണ്. അവസാനം മക്കളെ, എല്ലാവരും പെട്ടെന്ന് മരിക്കും. മരണത്തിലും ദുഃഖം ഉണ്ടാവില്ല, കാരണം ഒരുമിച്ച് മരിക്കുക എല്ലാവരും. പ്രകൃതിക്ഷോഭത്തിൽ എല്ലാവരും കൂട്ടം കൂട്ടമായിട്ടായിരിക്കും മരിക്കുക. നാടകത്തിൽ ഇതെല്ലാം ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ ദൃശ്യങ്ങളാണ്. ആത്മാവാണെങ്കിലോ അവിനാശിയും. ആത്മാവിനൊരിക്കലും നാശം ഉണ്ടാകില്ല. ആത്മാവ് ചെറുതും വലുതും ആകില്ല. നിങ്ങളുടെ എല്ലാ ശരീരം ഇവിടെ തന്നെ ഇല്ലാതാകും. ബാക്കി ആത്മാക്കൾ എല്ലാവരും മധുരമായ വീട്ടിലേക്ക് തിരിച്ചു പോകും.
അച്ഛൻ കൽപ്പകൽപ്പം സംഗമയുഗത്തിലാണ് വരുന്നത്. നിങ്ങളും ഈ പുരുഷോത്തമ സംഗമയുഗത്തിലാണ് ഉയർന്നതിലും ഉയർന്നതായി മാറുന്നത്. വാസ്തവത്തിൽ ശ്രീ ശ്രീ എന്ന ടൈറ്റില് ശിവബാബയുടേത് മാത്രമാണ്. ശ്രീ എന്ന ടൈറ്റിൽ ദേവതകൾക്കും ചേരും. ഇന്ന് നോക്കൂ, എത്ര പേരാണ് തന്റെ പേരിനു മുന്നിൽ ശ്രീ ശ്രീ എന്ന് ചേർക്കുന്നത്. സാധാരണക്കാർ പോലും ശ്രീമതി, ശ്രീമാൻ എന്നെല്ലാമല്ലേ എഴുതുന്നത്. എന്നാൽ കുട്ടികൾക്ക് ശ്രീമതം നൽകുന്നത് ഒരേ ഒരു അച്ഛനാണ്. മക്കളെ, വികാരത്തിലേക്ക് പോകരുത്. ചിലർ ചിന്തിക്കും, ഇത് ശ്രീമതമാണോ? തീർത്തും ശ്രീമതമാണ്. ഈ ശ്രീമതം പാലിക്കാത്തത് കാരണമാണ് നിങ്ങൾ ഭ്രഷ്ടാചാരികളായത്. ഇപ്പോൾ മധുരമധുരമായ മക്കളോട് അച്ഛൻ പറയുകയാണ്, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കറയില്ലാതാകും. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നുകൊണ്ട് മക്കൾക്ക് കമല പുഷ്പ സമാനം പവിത്രമായി മാറണം. വിശ്വത്തിന്റെ ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം നിങ്ങൾക്ക് ബാബ തന്നു. പക്ഷേ ഈ ജ്ഞാനരത്നങ്ങൾ നിങ്ങൾക്ക് ജ്ഞാനരത്നങ്ങളുടെ അലങ്കാരം ബാബ നൽകുന്നു. പക്ഷെ ദേവതകളുടെ അലങ്കാരങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് തരാൻ കഴിയില്ല. സ്വയം സുദർശന ചക്രധാരിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷെ സുദർശന ചക്രത്തിന്റെ ചിത്രം നിങ്ങൾ ബ്രാഹ്മണരുടെ ചിത്രത്തിൽ കാണിക്കുന്നില്ല. അത് ദേവതകൾക്കാണ് കാണിക്കുന്നത്. കാരണം ഇന്ന് ബ്രാഹ്മണനായിരിക്കും, നാളെ മായയുടെ ഒരു അടി കൊണ്ടാൽ ഈ ജ്ഞാനം പോലും ഓർമ്മയില്ലാത്ത ആളായി മാറും. അതിനാലാണ് ബാബ പറയുന്നത്, ബ്രാഹ്മണരെ ചേർത്തൊരു മാല ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം മായ മുഖത്തടിച്ച്, അതിനാൽ എങ്ങനെ അവരുടെ മാല ഉണ്ടാക്കാൻ സാധിക്കും? ബ്രാഹ്മണരുടെ അവസ്ഥ മാറിക്കൊണ്ടേയിരിക്കും. രുദ്രമാല ശരിയാണ്, വിഷ്ണുമാലയും ശരി. അതായത് ബാബയോടൊപ്പം വീട്ടിലിരിക്കുന്ന സമയത്തെ മാലയും വിഷ്ണുവിന്റെ, അതായത് വൈഷ്ണവ കുലത്തിൽ വരുന്നവരുടെ മാലയും ശരി. പക്ഷെ ബ്രാഹ്മണരെ ചേർത്തൊരു മാല ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾ കുട്ടികൾക്ക് ബാബ നിർദ്ദേശം നൽകുകയാണ്, ദേഹസഹിതം ദേഹത്തിന്റെ മുഴുവൻ ബന്ധങ്ങളെയും മറന്ന് എന്നെ മാത്രം ഓർമ്മിക്കൂ. നിങ്ങളുടെ അച്ഛനാണെങ്കിലോ നിരാകാരൻ, എനിക്ക് സ്വന്തമായി ശരീരമില്ല. ബാബ വരുന്നതോ ബ്രഹ്മബാബയുടെ വാനപ്രസ്ഥാവസ്ഥയിൽ. ബ്രഹ്മബാബയ്ക്ക് 60 വയസ്സായപ്പോൾ ബാബ ആ ശരീരത്തിൽ പ്രവേശിച്ചു. സാധാരണ ആൾക്കാർ വാനപ്രസ്ഥ സ്ഥിതിയിൽ ഗുരുവിന്റെ അടുത്തേക്ക് പോകാറുണ്ട്. ശിവബാബയാണ് നിങ്ങളുടെ സദ്ഗുരു. പക്ഷേ എന്റേത് ഗുപ്തവേഷമാണല്ലോ. ഭക്തിമാർഗത്തിൽ ധാരാളം ഗുരുക്കന്മാരുണ്ട്. ഞാൻ ജ്ഞാനമാർഗത്തിൽ നിങ്ങളുടെ സദ്ഗുരുവാണ്. പ്രജാപിത ബ്രഹ്മബാബയെ നോക്കൂ. ബാബയ്ക്ക് എത്ര മക്കളാ? ബുദ്ധി ഇപ്പോൾ പരിധിയുള്ളതിൽ നിന്നും പരിധിയില്ലാത്തതിലേക്ക് പോകണം. മുക്തിയിലേക്ക് പോയി അതിനുശേഷം ജീവൻ മുക്തിയിലേക്ക് വരണം. നിങ്ങൾ മക്കളാണ് ആദ്യം ഇവിടേക്ക് വരുന്നത്. ബാക്കി എല്ലാവരും നിങ്ങൾക്ക് പിന്നാലെ വരുള്ളൂ. ഏതൊരാത്മാവ് സൃഷ്ടിയിൽ വന്നാലും ആദ്യം സുഖമായിരിക്കും, പിന്നീട് ദുഃഖം അനുഭവിക്കേണ്ടി വരുള്ളൂ. വിശ്വനാടകമാണിത്. പറയാറുണ്ടല്ലോ, അല്ലയോ പ്രഭു, അങ്ങ് വന്നതും പോയതും അറിഞ്ഞില്ലല്ലോ, അങ്ങയുടെ ലീല അപരമപാരമാണല്ലോ എന്നെല്ലാം പാടിയിരുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ കാലചക്രം, മുകളിൽ നിന്ന് താഴെ വരെയുള്ള സൃഷ്ടിചക്രം കറങ്ങിക്കൊണ്ടിരിക്കണം. നിങ്ങളാണ് പ്രകാശസ്തംഭം, വഴി പറഞ്ഞു കൊടുക്കേണ്ടവർ. നിങ്ങൾ അച്ഛന്റെ മക്കളല്ലേ? അച്ഛൻ പറയുകയാണ്, മക്കളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്ന് സതോ പ്രധാനമാകും. ട്രെയിനിലും നിങ്ങൾ ഈ ജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. പരിധിയില്ലാത്ത അച്ഛൻ സ്വർഗത്തിന്റെ രചയിതാവാണ്. ഭാരതം സ്വർഗമായിരുന്നു. അച്ഛൻ വരുന്നത് ഭാരതത്തിലാണ്. ശിവജയന്തിയും ഭാരതീയരാണ് ആഘോഷിക്കുന്നത്. പക്ഷേ എപ്പോഴാണ് ബാബ വരുന്നത് ഇതാർക്കും അറിയില്ല. തീയതിയും സമയവുമില്ല. ബാബ ഒരിക്കലും ഒരമ്മയുടെ ഗർഭത്തിലൂടെ ജന്മം എടുക്കുന്നില്ല. അച്ഛൻ സ്വയം പറയുകയാണ്, മക്കളെ, നിങ്ങൾ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ അശരീരിയായാണ് വന്നത്. പവിത്രമായിരുന്നു നിങ്ങൾ. വീണ്ടും നിങ്ങൾക്ക് അശരീരിയായി തിരിച്ചു പോകണം. അച്ഛനായ എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ പാപം ഇല്ലാതാകും. ശരി. വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ കുട്ടികളുടെ ആത്മീയ പിതാവിനും നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം, പ്രകാശസ്തംഭമായി മാറി, അതായത് ലൈറ്റ് ഹൌസായി മാറി എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. ബുദ്ധിയെ പരിധിയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റി പരിധിയില്ലാത്തതിലേക്ക് പോകണം. സ്വദർശന ചക്രധാരിയായി മാറണം.
ഇപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് പോകണം. അതിനാൽ ഈ വാനപ്രസ്ഥ അവസ്ഥയിൽ സദോ പ്രധാനമായി മാറുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. തന്റെ സമയത്തെ പാഴാക്കി കളയരുത്. വരദാനം: പരമാത്മ സ്നേഹത്താൽ സ്വയത്തെയും വിശ്വത്തെയും നിർവിഘ്നമാക്കി മാറ്റുന്നവരായ തപസ്വി മൂർത്തിയായി ഭവിക്കട്ടെ. ഒരേയൊരു പരമാത്മാവിനോടുള്ള സ്നേഹത്തിൽ മുഴുകിയിരിക്കുക. ഇത് തന്നെയാണ് തപസ്യ. ഈ തപസ്യയുടെ ബലത്താൽ സ്വയത്തെയും ഒപ്പം മുഴുവൻ വിശ്വത്തെയും സദാകാലത്തേക്ക് നിർവിഘ്നമാക്കി മാറ്റാൻ കഴിയും. നിർവിഘ്നരായിരിക്കുക, നിർവിഘ്നമാക്കി മാറ്റുക. ഇത് തന്നെയാണ് താങ്കളുടെ സത്യമായ സേവനം. അവർ അനേക പ്രകാരത്തിലുള്ള വിഘ്നങ്ങളിൽ നിന്നും സർവാത്മാക്കളെയും മുക്തമാക്കും. ഇങ്ങനെയുള്ള സേവാധാരികളായ കുട്ടികൾ തപസ്യയുടെ ആധാരത്തിൽ അച്ഛനിൽ നിന്നും ജീവൻ മുക്തിയുടെ വരദാനമെടുത്ത് മറ്റുള്ളവർക്കും നൽകുന്നതിന് നിമിത്തമായി മാറും. സ്ലോഗൻ: ചിതറിപ്പോയ സ്നേഹത്തെ ഒരുമിപ്പിച്ച് ഒരു ബാബയോട് മാത്രം സ്നേഹം വയ്ക്കൂ, എങ്കിൽ പരിശ്രമത്തിൽ നിന്നും മുക്തമാകും. ഓം ശാന്തി.